നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കച്ചേരിക്കുന്നിലാണ്. മറ്റു വാർഡുകളെ അപേക്ഷിച്ച് വെൽഫെയർ പാർട്ടിയും കൂടി ഈ മത്സര രംഗത്തുണ്ട്. എന്തു തന്നെയായാലും കനത്ത മത്സരം തന്നെയാണ് മറ്റൊരുങ്ങുന്നത്. ഇനി വോട്ടർമാരെ പരിശോധിക്കാം. 566 പുരുഷന്മാരും 656 സ്ത്രീകളുമടക്കം ആകെ 1222 വോട്ടർമാരാണ് ഈ വാർഡിനുള്ളത്. ഇനി സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് UDF സാരഥിക്കൊപ്പമാണ്. സാരഥിയെ പരിചയപ്പെടാം. ഞാൻ ഗീതാമണി പുലിയപ്പുറം തടത്തിൽ. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് CDS മെമ്പറാണ് ഈ വാർഡിൽ. കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് മേഖലയിൽ മാറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി അടയാളമാണ്. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാർഡിനെ കുറിച്ചും അതുപോലെ വാർഡിൻ്റെ വികസനത്തെ കുറിച്ച് കഴിഞ്ഞ 15 വർഷമായി UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഈ വാർഡ്. ഓനാക്കി ലാലി, ദീപ പുലിയപ്പുറം, വളപ്പിൽ റസാഖ്, ഈ 3 പേരാണ് UDFൻ്റെ വാർഡ് മെമ്പറായി ഈ വാർഡിൽ നിന്നും മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തത്. ദീപ പുലിയപ്പുറം മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും വളപ്പിൽ റസാഖ് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുമാണ് പഞ്ചായത്തിൽ പ്രവർത്തിച്ചത്. വാർഡിൻ്റെ വികസനത്തെ പറയുകയാണെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 15 വർഷം കൊണ്ട് നമ്മുടെ 14-ാം വാർഡിൽ ചെയ്തു തീർക്കാൻ ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ 15 വർഷം ഈ 3 ടേമായി നിന്ന മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങളിൽ 14-ാം വാർഡിലെ എല്ലാ റോഡുകളും ടാർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ റോഡ് പ്രഖ്യാപനം നടന്ന ഒരു വാർഡ് കൂടിയാണ് കച്ചേരിക്കുന്ന്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷം വീട് കോളനി, കച്ചേരിക്കുന്ന് കോളനി പരിസരത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥിരം വോളിബോൾ കോർട്ട് നമ്മൾ ഈ ഒരു വളപ്പിൽ റസാഖ് വൈസ് പ്രസിഡൻറ്റിൻ്റെ കാലയളവിൽ കുട്ടികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ലക്ഷം വീട് കുടിവെള്ള പദ്ധതി നമ്മൾ ഈ ഒരു ടേമിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി കിണറുകളും റോഡുകളും നവീകരിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ തീരദേശ റോഡ്, ഞങ്ങൾക്കെടുത്ത് പറയാവുന്നത് തീരദേശ റോഡാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കച്ചേരിക്കുന്ന് കുറ്റിപ്പിലാക്കൽ തീരദേശ റോഡ് ഇപ്പം അതിൻ്റെ 3/4 ഭാഗം പണി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം 70 ലക്ഷം രൂപ പഞ്ചായത്ത് നമുക്ക് തന്ന ഒരു വലിയ പദ്ധതിയാണിത്. അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിൽ ഈ ഒരു 10 വർഷം കൊണ്ടാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, മാവൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം, മത്സ്യ മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാള്, രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്റർ, അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അംഗനവാടി കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭരണസമിതിക്ക് ഈ ഒരു കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്? നമ്മുടെ കച്ചേരിക്കുന്ന് വാർഡിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കച്ചേരിക്കുന്നിലെ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് ഉള്ള സ്ഥലത്ത് പായലും പുല്ലും നീക്കം ചെയ്ത് അവിടെ നമ്മുടെ ആലപ്പുഴ മോഡലുള്ളൊരു കൂട് മത്സ്യകൃഷി, നമ്മുടെ കൃഷിക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഒരു തൊഴിൽ എന്ന നിലയിൽ അവിടെ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പുലിയപ്പുറം മീമുള്ളംപാറ റോഡ് അത് പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്
വായനശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാംസ്കാരിക നിലയത്തിൽ തന്നെ അവിടെ കുട്ടികൾക്കായി ഒരു ലൈബ്രറി ഒരുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പിന്നെ കായികാധ്വാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SFT ഗ്രൗണ്ട് ഉണ്ട്, നമ്മുടെ ഗ്രാസിമിൻ്റെ. അത് അവരുമായി ആലോചിച്ചിട്ട് അവിടെ ഒരു മിനി സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾക്ക് മുൻതൂക്കം നൽകും. അതുപോലെ തന്നെ ആ SFT ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്. ആദ്യം അവിടെ ഫൈബർ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കിണറാണ്. ആ കിണർ നവീകരിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആലോചനയിലുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞ ടൈമിലൊക്കെ നമ്മുടെ കച്ചേരിക്കുന്ന് പ്രദേശത്തുള്ള ഒരുപാട് ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം വലിയൊരു ഭീഷണിയായിരുന്നു. പ്രളയബാധിത മേഖലയാണ്. അപ്പം കൊറോണയൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ ചെയ്തിരുന്നത് നമ്മുടെ സാംസ്കാരിക നിലയും അതുപോലെ തന്നെ അംഗനവാടിയും അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു മഹാമാരി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ആളുകളെ തിങ്ങിപ്പാർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫൈബർ ക്വാർട്ടേഴ്സിൽ ഒരുപാട് റൂമുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് അവിടെയുള്ള മാനേജ്മെൻറ്റുമായി സംസാരിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അത് നവീകരിച്ച് ഈ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് യോഗ്യതയുള്ള കുട്ടികളുണ്ട്. അതുപോലെ ഡിഗ്രി അങ്ങനെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുന്നതിന് ഒരു പരിശീലന കേന്ദ്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീയുമായി യോജിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു സംരംഭങ്ങളോ തുടങ്ങുന്നതിനുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ടൈലറിങ് യൂണിറ്റുകൾ അങ്ങനെ തുടങ്ങുന്നതിനുള്ള പദ്ധതികൾ ആലോചനയിലുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് LDF സാരഥിക്കൊപ്പമാണ്. സാരഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് വിശാലാക്ഷി ടീച്ചർ. ഞാൻ കച്ചേരിക്കുന്ന് 14-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കേണ്ടത്. പ്രവർത്തന മേഖല ഞാൻ ഈ കച്ചേരിക്കുന്ന് വാർഡിൽ 1984 ഏപ്രിൽ 18 മുതൽ 23 വർഷക്കാലം അംഗൻവാടി ടീച്ചറായിരുന്നു. ഈ വാർഡിനകത്തെ 100% കുടുംബങ്ങളെയും എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ഞാൻ 1000-ഓളം കുട്ടികളെ ഇവിടെ വിവിധ വർഷങ്ങളിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പുതുതലമുറ എന്നോടൊപ്പമാണ് ഉള്ളത്. കൂടാതെ 1995 മുതൽ 2000 വരെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ച കാലത്ത് ഈ വാർഡിനകത്ത് അംഗൻവാടി ടീച്ചറായിട്ടും അടുവാട് 7-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായും 5 വർഷക്കാലം. അതിനുശേഷം 2005 മുതൽ 10 വരെ പെരുവയിൽ ഡിവിഷനിൽ നിന്ന് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് നല്ല നിലയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 2010 മുതൽ 15 വരെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അടുവാട് 8-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ചു വരികയും മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 5 വർഷക്കാലത്ത് ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ അർഹതപ്പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ പ്രാവശ്യം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിൻ്റെ പോരായ്മകളെ കുറിച്ചും ഈ വാർഡിനകത്തെ മുഴുവൻ കുടുംബങ്ങളെയും ഞാൻ സന്ദർശിച്ചപ്പോൾ അവർക്ക് ലഭിക്കേണ്ട അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന വളരെ പ്രയാസത്തോടു കൂടി എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി.
ക്ഷേമ പെൻഷനുകൾ, അതുപോലെ വാർഡിനകത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പണി പൂർത്തീകരിക്കാത്ത തീരദേശ റോഡ്, അതുപോലെ തന്നെ പുലിയപ്പുറം തെനയിൽ ഭാഗം മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ടൗണിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തുന്ന 40-40 കുടുംബങ്ങൾക്ക് വളരെ നാളത്തെ അവരുടെ ആവശ്യമാണ്. ഇതിനു മുമ്പ് വന്ന ജനപ്രതിനിധികളോടൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് എന്തായാലും ഞാൻ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രാവർത്തികമാക്കി കൊടുക്കും. ഈ പഞ്ചായത്ത് തലത്തിലുള്ള പോരായ്മകൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണമാണെങ്കിലും നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വികസനവും തന്നെ വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. ആകെയുള്ളത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് അവിടുത്തെ 60 സെൻറ്റ് സ്ഥലം മുൻകാലങ്ങളിൽ LDF ഈ പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്ത് വാങ്ങിയിട്ട 60 സെൻറ്റ് സ്ഥലം പണയം വെച്ചുകൊണ്ട് KURDFC എന്ന ബാങ്കിൽ പണയം വെച്ചുകൊണ്ട്, ആ ആധാരം പണയം വെച്ചുകൊണ്ട് 13% പലിശയ്ക്ക് 5.5 കോടിയിലധികം രൂപ എടുത്തുകൊണ്ടാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് 3 ലക്ഷത്തോളം 3 കോടിയോളം രൂപ പല ആളുകളിൽ നിന്ന് ആ ഷോപ്പ് നടത്തുന്നതിന് വേണ്ടി ലേലം വിളിച്ചപ്പോൾ വാങ്ങിവെക്കുകയും 2-3 വർഷക്കാലമായിട്ട് അത് തിരിച്ചു കൊടുക്കുകയോ ആ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയാൽ കാണാവുന്നതാണ്, തൊട്ടടുത്തൊരു മത്സ്യ മാർക്കറ്റ് ഉണ്ട്. ആ മത്സ്യ മാർക്കറ്റിൻ്റെ നിർമ്മാണം, അശാസ്ത്രീയമായ നിർമ്മാണം, ഏറ്റവും താഴെയൊക്കെ തന്നെ ആളുകൾ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും എന്നാൽ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഒരു മത്സ്യം വാങ്ങിക്കണമെങ്കിൽ പോലും കോണി കയറി പാവപ്പെട്ട പ്രായമുള്ള ആളുകളടക്കം മുകളിൽ നിലയിൽ കയറി പോയി മത്സ്യം വാങ്ങേണ്ട അവസ്ഥ. മത്സ്യ മാർക്കറ്റ് ലേലം വിളിച്ച ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ മത്സ്യം മര്യാദയ്ക്ക് വിറ്റ് ആ ലേലം വിളിച്ച തുക പഞ്ചായത്തിലടയ്ക്കുന്നതിനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥ. അവർ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ആ മത്സ്യം വിൽക്കുന്നത്. ജനങ്ങളെ വേഗം എത്തിക്കുന്നതിന് വേണ്ടി, ജനങ്ങളിലേക്ക് എത്തിച്ച് ഒരു 4 കാശ് സ്വന്തം ജീവിത മാർഗത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പഞ്ചായത്ത് തലത്തിൽ പറയുമ്പോൾ. പിന്നെ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതി കുറേ മലകളും ഇടയ്ക്ക് വയൽ പ്രദേശങ്ങളും സംയുക്തമായിട്ടുള്ള ഒരു ചെറിയ പ്രദേശമാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത്. 20 പോയിൻറ്റ് ആണ്, ഏതാനും ചതുരശ്ര അടിയാണ് ഈ പഞ്ചായത്തിൻ്റെ വിസ്തൃതി ഉള്ളത്. അതിൽ തന്നെ 300-400 ഏക്കറോളം ഗോളിയാർ റേഞ്ചിൻ്റെ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ആ പന്നിശല്യം കൊണ്ട് കൃഷിക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. സംസ്ഥാന ഗവൺമെൻറ് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പന്നിയെ വെടിവെച്ച് കർഷകരെ സംരക്ഷിക്കുന്ന ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചാത്തമംഗലം പഞ്ചായത്തിൽ ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നിരവധി പന്നികളെ വെടിവെച്ച് കൊന്ന് അവിടെ കർഷകരെ സഹായിക്കുന്ന നടപടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിൽ അതുപോലും നടത്തിയിട്ടില്ല. അപ്പോൾ കർഷകരെ യാതൊരു സംരക്ഷണവും കഴിഞ്ഞ ഈ 10 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് പറയാനുള്ളത്. നിങ്ങളൊരു വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അല്ലാതെയും എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് ചോദിക്കുന്നത് 14 വാർഡിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഈ 14-ാം വാർഡിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാർഡിനകത്തെ മുഴുവൻ കുടുംബങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റവും തുല്യനീതി എല്ലാവർക്കും നടപ്പാക്കിക്കൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അർഹിക്കുന്ന കൈകളിൽ അഴിമതിരഹിതമായ ഒരു പ്രവർത്തനമായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അർഹിക്കുന്നത് ആരാണോ
അവരുടെ കൈകളിലേക്ക് എത്തിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതും അതുതന്നെയാണ്. എൻ്റെ ഭരണപരിചയവും കൂടെ ഈ 14-ാം വാർഡിൻ്റെ മുഴുവൻ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഈ വാർഡിനെ, കാർഷിക മേഖലയെ നിരവധി മുൻകാലങ്ങളിൽ ഈ വാർഡിനകത്ത് LDF ജനപ്രതിനിധിയായപ്പോൾ കൊണ്ടുവന്ന ഒരു കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ഒരു കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ പദ്ധതിയും, 2 പദ്ധതികളാണ് ആകെ ഇവിടെ ഉള്ളത്. മറ്റൊരു പദ്ധതിയില്ല. ഞാൻ പല വീടുകളും സന്ദർശിച്ചപ്പോൾ കളത്തിൽ, കച്ചേരിപ്പറമ്പ് ഭാഗത്തൊക്കെ തന്നെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുന്നതായി എന്നോട് കുടുംബങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജലസേചന സൗകര്യം നൽകിക്കൊണ്ട് കൃഷി, പച്ചക്കറി കൃഷി, അതുപോലെ തെങ്ങ് കൃഷിയൊക്കെ തന്നെ വിപുലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേ വെള്ളക്കെട്ടാണ്, പുഞ്ചപ്പാടം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഈ അംഗൻവാടിയിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് പുഞ്ചക്കൊയ്ത്ത്, ധാരാളം സ്ത്രീകളും ധാരാളം ആളുകൾ, കർഷകർക്കും ജോലി കിട്ടുന്ന ഒരു പ്രദേശമായിരുന്നു. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്ന സമയത്താണ് ഷട്ടർ അടയ്ക്കുമ്പോൾ വെള്ളം പൊങ്ങി ഇതൊക്കെ തന്നെ വെള്ളക്കെട്ടായി മാറിയത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആ വെള്ളക്കെട്ട് മാറ്റി കർഷകർക്ക് അനുയോജ്യമായ രീതിയിൽ കൽച്ചറ അമ്പലത്തിൻ്റെ അടുത്തും പള്ളിയോൾ ഭാഗത്തും വെള്ളം വറ്റിച്ചുകൊണ്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് പൈപ്പ് ലൈൻ റോഡിൻ്റെ താഴെ ഭാഗം അവിടെ ദേശാടന കിളികൾ ഒക്കെ വരുന്നത് അവരെ നിരീക്ഷിക്കുന്നതിനും വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ വിനോദത്തിനായിട്ട് അവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇരിക്കാനുള്ള നല്ല കംഫർട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, ബെഞ്ചുകൾ, അവർക്ക് ഇരുന്ന് ആ വിനോദ ഒക്കെ ആസ്വദിക്കുന്നതിനുള്ള സൗകര്യം, ബെഞ്ചൊക്കെ സിമെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് ഒക്കെ കൊണ്ടുള്ള ബെഞ്ചുകളൊക്കെ ഇട്ട് അവരിയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ. താഴെ ഭാഗത്ത് മത്സ്യകൃഷി, അതേമാതിരി തന്നെ പൂക്കൃഷി, ടൂറിസം ഒക്കെ കൊണ്ടുവരാനുള്ള വിവിധ മേഖലകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അതെല്ലാം തന്നെ കഴിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിവിധ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വിനോദസഞ്ചാര വകുപ്പ് തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനം, ഈ അവരുടെ അതുപോലെ തന്നെ അവിടുത്തെ ഭൂ ഉടമകൾക്ക് ഇതിൻ്റെയൊക്കെ തന്നെ ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ 10, 22, 25 ആളുകളാണ് അതിൻ്റെ ഭൂമിൻ്റെ അവകാശികളായിട്ടുള്ളത്. അവർക്കും എന്തെങ്കിലും മെച്ചപ്പെട്ട് കിട്ടുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനം നടത്തും. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. നമസ്കാരം. നമ്മളെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് BJP സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഞാൻ മാവൂർ 14-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ്. ലതാ സുബ്രഹ്മണ്യൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയാണ് അടയാളം. എല്ലാവരും എന്നോട് സഹകരിക്കും എന്നുള്ളതിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബശ്രീ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലും സജീവമായിട്ട് മേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിയുന്ന പരമാവധി ആളുകൾ എന്നോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വികസനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, പോരായ്മകളുണ്ട്, അതൊക്കെ കഴിയുന്നത് എൻ്റെ പരമാവധിയിലേക്ക് ആളുകൾ എത്തുന്നതിൽ കൂടെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത്? മാവൂർ പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥി ആയി നിൽക്കുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവുകൾ നന്നായിട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിലെ കൂടുതൽ ഈ വരുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് ഇതിൽ കൂടെ വരുന്നതെന്നും അത് ഏത് രീതിയിലുള്ള ഇതിലേക്കാണ് നമ്മുടെ പദ്ധതികൾ എത്തുന്നതെന്നും ജനങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ പോരായ്മകൾ നന്നായിട്ടുണ്ട്. അത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇപ്പം കേന്ദ്രത്തിൻ്റെ ജൻധൻ അക്കൗണ്ട് എന്ന പദ്ധതി കൂടുതൽ ഇനിയും ഇവിടെ ആളുകൾക്ക് കിട്ടാനുണ്ട്. എൻ്റെ പരമാവധി അങ്ങനെയെങ്കിലും ആണെങ്കിൽ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ നീങ്ങും.
കൂടുതൽ ആളുകളിലേക്ക് ഇനിയും കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ കുറേ ആളുകൾക്ക് പിന്നെ ഇനിയും പൈസകളും കാര്യങ്ങളും എത്താനുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഇനി എടുത്തു പറയേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പോരായ്മകളാണ് നിലനിൽക്കുന്നത്? അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കുറേ വാർഡുകളിൽ ഇനിയും വെള്ളത്തിൻ്റെ പദ്ധതികൾ എത്താനുണ്ട്. കുറേ ആളുകൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്, നല്ല വെള്ളങ്ങൾ കിട്ടുന്നില്ല, കുറേ ബുദ്ധിമുട്ടായി നിൽക്കുകയാണെന്നുള്ളതിലുണ്ട്. അതൊക്കെ മാറ്റി വരണമെന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ പദ്ധതികളായ ജൽജീവൻ പദ്ധതി, സേവാഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ കുറേ സ്ഥലത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള പദ്ധതികൾ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനമായിരിക്കും എൻ്റെ നിന്ന് കാഴ്ചവെക്കുക. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? പുലിയപ്രം മുതൽ പോസ്റ്റ് ഓഫീസ് വരെ ഉള്ള റോഡുകൾ ഇതുവരെ പൂർണ്ണമായിട്ട് അത് മുഴുവനായിട്ടില്ല. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അത് പൂർത്തീകരിക്കും. കേന്ദ്രത്തിൻ്റെ പദ്ധതികളായ കുറേ പദ്ധതികൾ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ വാർഡിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കും. ലതാ സുബ്രഹ്മണ്യൻ തന്നെ BJP സ്ഥാനാർത്ഥിയായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് വെൽഫെയർ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് ഷിംന. ഞാൻ മാവൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ്. പ്രവർത്തന മേഖല ഞാൻ ടീച്ചറായിട്ട് പ്രൈവറ്റ് സ്കൂളുകളിൽ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രസൻറ്റ് സ്കൂൾ, പാറമ്മൽ ക്രസൻറ്റ് സ്കൂളിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. 2 വർഷം മുമ്പാണ്. ഇപ്പം പിന്നെ കുട്ടി ചെറുതൊക്കെ ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത്? വാർഡിൽ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി നടന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനോളം അവർ ചോദിച്ചു. അതൊക്കെ അവർ പോരായ്മയായിട്ടാണ് അവർ പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു ലൈബ്രറി ഇല്ല, നല്ല ലൈബ്രറി ഇല്ല, നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല, സാംസ്കാരിക നിലയങ്ങളുടെ കുറവുണ്ട്, ഫുട്ബോൾ ഒക്കെ ഉള്ള ഒരു ഗ്രൗണ്ട്, നല്ലൊരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു വിഷയം വരുന്നുണ്ട്. പിന്നെ കോളനികളിലൊക്കെ കുറേ വീടില്ലാത്തതും അങ്ങനെയൊക്കെയുള്ള കോളനിയല്ല, ഈ ഒരു പ്രദേശത്ത് വീടില്ലാത്ത കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വീടില്ലാത്തത്, നല്ലൊരു കുളം അവരൊരാവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കാരണം കുറേ നല്ലൊരു പ്രദേശമാണ് ഇവിടെ മാവൂര്. നമ്മളെ ഈ കച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭംഗിയുള്ള കുറേ നീർത്തടങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അത് നല്ലൊരു കുളം, പക്ഷേ കുട്ടികൾക്കൊരു സ്വിമ്മിങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു കുളം, അതൊക്കെ ഒരു നല്ല നമുക്ക് വികസിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വാർഡിൽ. പിന്നെ റോഡിൻ്റെ ഒരു വിഷയം നന്നായിട്ടുണ്ട്. പല വീടുകളിലേക്കും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുള്ള റോഡിൻ്റെ വിഷയം വല്ലാതെ അനുഭവപ്പെട്ടു വാർഡിലേക്ക് ഇറങ്ങിയപ്പം. ഇനിയിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് നിലനിൽക്കുന്നത്? പഞ്ചായത്ത് തലത്തിലിപ്പോൾ കുടിവെള്ളത്തിനൊരു വിഷയമുണ്ട് മെയിനായിട്ട്. പിന്നെ ഇവിടെ അഭ്യസ്ത വിദ്യരായ കുറേ യുവതി യുവാക്കളുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ വീടുകൾ, കുറേ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ വീട് റിപ്പയറിങ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ പഞ്ചായത്തിൽ. അതിൻ്റെ ഒരു കുറവ് ഇവിടെ വല്ലാതെ ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ കുറേ പേര് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അതേപോലെ സ്ഥിര വരുമാനമില്ലാത്ത കുറേ ഫാമിലി ഉണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫിൽ നിന്നൊക്കെ വന്ന് പ്രവാസികളായിക്കൊണ്ട് കുറേ കാലം വർക്ക് ചെയ്ത് ഇപ്പോൾ നാട്ടിലൊന്നുമില്ലാതെ ജോലി വരെ ഇല്ലാതെ ജീവിക്കുന്ന കുറേ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും തൊഴിൽ സംരംഭത്തെ നമ്മൾ പഞ്ചായത്ത് വകയിൽ നടത്തി കൊടുത്താൽ അവർക്ക് വലിയ ഉപകാരമായിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്തത്. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്?
ഞങ്ങൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ ഈ ഒരു വാർഡിൽ വികസിച്ച് വന്നാൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു വാർഡിനെ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ വാർഡാക്കി മാറ്റുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാർഡിനെ കുറിച്ച് പരിശോധിച്ച് നോക്കിയപ്പം നന്നായി വിദ്യാഭ്യാസമുള്ളവരും നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗമുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക ശേഷി പറ്റ കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു വിഭാഗത്തെയും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസം കൂടെ ഈ ആൾക്കാരെയും അല്ലാത്തവരെയും എല്ലാവരും ഈ വാർഡിലെ മൊത്തം വീടുകളിലെ ഓരോ അംഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിജിറ്റൽ അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് തുടക്കമിടുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വാർഡ് മെമ്പറായിട്ട് വന്നാൽ. അതായത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ തുടക്കമിടുന്നതിലൂടെ ഈ വാർഡിലുള്ള എല്ലാവരെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ SSLC പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്, അവർ അതേപോലെ 60 വയസ്സിന് മേലുള്ള എത്ര പേരുണ്ട്. അപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ആരും സ്കിപ്പായി പോവില്ല. ഇപ്പോൾ പല ആൾക്കാരും ഉണ്ട്, ഇപ്പോൾ ഡയബറ്റിക്സ് പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ആശാവർക്കർമാർ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് മരുന്ന് അവരെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണം നിയമമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും മരുന്ന് കിട്ടാതെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വളരെയധികം മരുന്നൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുറേ ഒരു സാഹചര്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ എത്തിക്കാൻ കഴിയും. ഇങ്ങനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് തുടക്കമിടുന്നതിലൂടെ. അതേപോലെ ആയിട്ട് ഞങ്ങൾ തുടങ്ങി, അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ അഭ്യസ്ത വിദ്യരായ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സേവന സന്നദ്ധരായ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡിലെ വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുക പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട് മുൻനിരയിലേക്ക് അവർക്ക് വേണ്ട കോച്ചിങ് ഇവരെ ഉപയോഗപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ വാർഡിലെ റിസോഴ്സിനെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനൊരു ഇത് ഞങ്ങളെ മുന്നിലുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ക്ലബ്ബ് നടത്തിയ പരിപാടിയിൽ അവർ കുറേ ചോദ്യങ്ങൾ ഞങ്ങളോട് ഉന്നയിച്ചിരുന്നു. നീന്തൽ കുളത്തെക്കുറിച്ച് ചോദിച്ചു, ഫുട്ബോൾ ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിച്ചു. അതിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഥവാ ഞങ്ങൾ വാർഡ് മെമ്പറായി ഈ ഒരു വാർഡിൽ എത്തിപ്പെട്ടാൽ ഞങ്ങൾ ആ ഒരു വികസനങ്ങളെല്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ നടപ്പിലാക്കും. ഞങ്ങൾ വാർഡ് തലത്തിൽ ഒരു വെബ്സൈറ്റ് രൂപം കൊടുത്തിട്ടുണ്ട്. കച്ചേരിക്കുന്ന്.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഇപ്പം അതിൽ ഇൻഫർമേഷൻ ഒന്നും ലഭ്യമല്ല, പക്ഷേ ഞങ്ങളൊരു തുടക്കം എന്നുള്ള നിലയിൽ കുറിച്ചിട്ടതാണ്. അത് നമ്മൾ വാർഡ് മെമ്പറായൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാർഡിലെ ഓരോ വീട്ടിലെയും ഓരോ മെമ്പറെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ അതിൽ ലഭ്യമാക്കും. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പല സഹായ പദ്ധതികളുണ്ടാവുമല്ലോ, ആനുകൂല്യങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ നമ്മുടെ വാർഡിൽ ഒരാളും അറിയാതെ പോകരുത്. അതൊക്കെ ഇതിൽ ലഭ്യമായിരിക്കും. അതേപോലെ 10th പഠിക്കുന്ന കുട്ടികൾ, 60 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, 10 വയസ്സിന് താഴെ അംഗനവാടിയിൽ നിന്നൊക്കെ സഹായം ഇതിൻ്റെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന, അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഉണ്ടാകും. അപ്പോൾ ഒരാളും സ്കിപ്പായി പോവില്ല. എല്ലാവർക്കും ഈ ഉപകാരം കിട്ടണം എന്നാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും.